കനൽ വഴികളിലൂടെ അയോധ്യയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രീണനവും അടിമത്ത മനോഭാവവും കൊണ്ട് സ്വയം മറന്നുപോയ അധികാരിമാർ തീർത്ത അടിച്ചമർത്തലുകളെ ഇച്ഛാശക്തി കൊണ്ട് ചെറുത്തു തോൽപ്പിച്ചു. രാമഭക്തരുടെ ചോര കൊണ്ട് സരയു ചുവന്നു. രാമമന്ത്രം ഉരുക്കഴിച്ച് കർസേവകർ ബലിദാനികളായി. മരണത്തെയും വെല്ലുവിളിച്ച് അവർ തടസ്സങ്ങൾ തട്ടി നീക്കി. അഭിമാന മന്ദിരത്തിന് അടിക്കല്ല് പാകി. പിന്നോക്കക്കാരിൽ പിന്നോക്കക്കാരനായ കാമേശ്വർ ചോപ്പാൾ അന്ന് പാകിയത് യഥാർത്ഥ രാമരാജ്യത്തിൻ്റെ ശില തന്നെയായിരുന്നു. കർസേവയ്ക്ക് പോകുന്ന സമയത്ത്, ആ യാത്രാ സമയത്തുണ്ടായ അനുഭവങ്ങൾ, അയോധ്യയിൽ എത്തിച്ചേർന്ന സമയത്തുണ്ടായ അനുഭവങ്ങൾ, ഇത് ഈ പുതുതലമുറയ്ക്ക് കേൾക്കാനും മനസ്സിലാക്കാനും വലിയ താല്പര്യമുണ്ട്. ആ അനുഭവങ്ങളൊന്ന് പങ്കുവയ്ക്കാം. പ്രത്യേകിച്ച് പ്രേരണാദായകമായ ഒട്ടനവധി അമ്മമാർ, സഹോദരിമാർ, ഇവരെല്ലാം നടത്തിയ ഈ കർസേവർക്ക് വേണ്ടിയിട്ടുള്ള, കർസേവർ കാണുന്ന സമയത്ത് അവർക്ക് ഒരു പോരാട്ടം നടത്താം. ആ പോരാട്ടത്തിന് നിദാനമായ അല്ലെങ്കിൽ അവർക്ക് പ്രേരണാദായകമായ ഒട്ടനവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊന്ന് പങ്കുവയ്ക്കാമോ? ഒന്നാമത്തെ കർസേവ നടക്കുന്നതായ 90 ഒക്ടോബർ 30 തലേന്ന് രാത്രി, അപ്പോൾ വഴി കാണിക്കാൻ അവിടുത്തെ ആൾക്കാർ വരും. അപ്പോൾ ഏത് വഴിയാ പോവാ? മെയിൻ വഴികളൊന്നും പോകാൻ സാധ്യമല്ല, എല്ലാ ദിക്കിലും പോലീസ് ബാരിക്കേഡ്സ് വെച്ചിട്ടുണ്ട്. പക്ഷേ ഗ്രാമീണർക്ക് അറിയാമല്ലോ, അയോധ്യയിലെത്താനുള്ള കാട് വഴിയും കരിമ്പിൻ തോട്ടം വഴിയും ചെറിയ ചെറിയ നീർച്ചാലുകൾ കടന്നിട്ടൊക്കെ തന്നെ ഞങ്ങൾ പോയി. പക്ഷേ ഈ ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, ഈ മഞ്ഞുകട്ട മലയുടെ മുകളിൽ നിന്ന് ഉരുണ്ട് വരുന്നത് പോലെ എന്ന്. അപ്പം ഞങ്ങൾ ഈ നരിയാമയിൽ നിന്നും സനേതിൽ നിന്നും ഗംഗയിൽ നിന്നൊക്കെ പുറപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ വഴിയെ കൂടുതൽ കർസേവകന്മാർ പല വഴിയിൽ കൂടെ പല ഭാഷക്കാർ പല നാട്ടുകാർ വന്നു ചേരുന്ന അത്ഭുതകരമായ കാഴ്ചയാണ് കാണുന്നത്. അപ്പം ഇത്രയും പേര് ഒരുമിച്ച് വരുമ്പോൾ പിന്നെ ആവേശമാണ്. പിന്നെ എല്ലാവരും തമ്മിൽ പറയുന്നു, നമ്മൾ എന്തായാലും അത് പൊളിച്ചിട്ടേ അടങ്ങുള്ളൂ. അപ്പോൾ ഇത് ഒന്നാമത്തെ കർസേവയാണ്, അപ്പോൾ അത് ശരിയാക്കണം എന്നൊക്കെ. അപ്പം ഞങ്ങൾ പ്രചാരകന്മാരാണ്, സംഘത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് അച്ചടക്കത്തിൻ്റെ ഒരു ശീലം ഉള്ളവരാണ്. അപ്പം ഞാനൊരാളോട് പറഞ്ഞു, നമുക്ക് അങ്ങനെയുള്ള നിർദ്ദേശമൊന്നുമില്ല, നമ്മളവിടെ പോയി പരിസരമൊക്കെ വൃത്തിയാക്കുന്ന കർസേവയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ താടി നീട്ടിയിട്ടുള്ള ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞു, ധൈര്യമില്ലേ തിരിച്ചു പോയിക്കോ, ഇവിടെ നിൽക്കണ്ട, ഞാൻ 8 കൊല്ലമായി ഈ താടി നീട്ടുന്നു, ഇത് പൊളിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഹിന്ദുക്കളായിട്ടുള്ള രാമഭക്തന്മാർ യാതൊരു എണ്ണത്തിൻ്റെ കണക്കുമില്ലാതെ അത്രയധികം വന്നിരിക്കുകയാണ്. രാജസ്ഥാൻ, ഹരിയാന, പഞ്ചാബ് എല്ലാമായിട്ടുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഹിന്ദുത്വാഭിമാനികൾ വന്നിട്ടുള്ള കാഴ്ച. അവിടെ എത്തുന്നു, പുലരുമ്പോഴേക്ക് എത്തുന്നു, എല്ലാം അടച്ചു കെട്ടിയിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ പറയുന്ന വിവാദ കെട്ടിടത്തിനടുത്തേക്ക് എത്തുക? ഒരു പ്രതീക്ഷ ആർക്കുമില്ല. പക്ഷേ നേരം പുലർന്ന് അശോക് സിംഗാളും അവരെയെല്ലാം അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. വിനയ് കത്തിയാറും അശോക് സിംഗാളും ഉമാഭാരതിയൊക്കെ ഏത് വഴിയാണ് പ്രത്യക്ഷപ്പെട്ടത് എന്ന് ആർക്കും അറിയില്ല. പക്ഷെ അവരുടെ നേതൃത്വത്തിൽ നിർദ്ദേശങ്ങൾ കിട്ടുകയും രാമഭക്തന്മാർ ഈ കർസേവയ്ക്ക് വേണ്ടി മുന്നോട്ട് പോവുകയും ചെയ്തു. പക്ഷേ ആ കർസേവയെ തടയുകയും വെടിവെപ്പ് ഉണ്ടാവുകയും ഈ മൃതശരീരങ്ങൾ ഈ തള്ളുവണ്ടിയിൽ കയറ്റി കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നതായ കാഴ്ച. അപ്പോൾ ഒരു തരത്തിൽ പിന്നീട് അത് പൂർത്തിയാകാതെ അവിടുന്ന് മടങ്ങേണ്ടി വന്നു. പക്ഷേ ഞങ്ങൾ വീണ്ടും വളരെ കഷ്ടപ്പെട്ട്, ഈ കേരളത്തിൽ നമുക്ക് തണുപ്പൊന്നും അത്ര പരിചയമില്ല. ഇത് ഡിസംബർ കഴിഞ്ഞ് ജനുവരി ആരംഭിക്കുന്ന സമയമാകുമ്പോൾ നല്ല തണുപ്പുണ്ട്. അപ്പോൾ നമ്മളെടുത്ത് അത്ര വലിയ സൗകര്യങ്ങളുള്ള സ്വെറ്ററുകളൊന്നുമില്ല. എന്നാലും ഉള്ളത് വെച്ചിട്ട് തണുപ്പൊക്കെ അടക്കി. പക്ഷേ അവിടുത്തെ ജനസഞ്ചയത്തിനിടയിൽ ഈ തണുപ്പൊന്നും ബാധകമല്ല. പക്ഷെ തിരിച്ച് ഈ പറയുന്ന ഗ്രാമങ്ങളിൽ തന്നെ ഞങ്ങൾ വന്ന് ഒരു ദിവസം താമസിച്ച് അവരോട് വിവരങ്ങളെല്ലാം പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞിട്ടുള്ള വിവരങ്ങൾ കേൾക്കാൻ വേണ്ടി എല്ലാവരും മുന്നിൽ വന്ന് ഇരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് അവർ വീണ്ടും നമുക്ക് ആവേശം നൽകി. അവരും വരാൻ തയ്യാറാണ്, അവരും വന്നു. പിന്നീട് രണ്ടാമത്തെ കർസേവയാണ് ഈ പറഞ്ഞ 1990 ഈ നവംബർ മാസം 2 നടന്ന കർസേവ. അത് വളരെ ഭീകരമായ ഒരു ചിത്രമായിരുന്നു. പോലീസ് കെട്ടിടങ്ങളുടെ എല്ലാം മുകളിൽ നിൽക്കുന്നു, പോലീസ് നിർദ്ദയം വെടിവെക്കുന്നു. പക്ഷേ പോലീസുകാരിൽ പലരും നമ്മളെ സഹായിക്കാനുണ്ട് വ്യക്തിപരമായി. അത് ഈ കർസേവകരുടെ രസകരമായ അനുഭവത്തിലും അതുണ്ട്. അവരിവിടുന്ന് കൂട്ടമായിട്ട് ട്രെയിനിൽ പോകുമ്പോൾ പലർക്കും ടിക്കറ്റ് ഇല്ല. കേരളത്തിലുള്ള മാത്രമല്ല, ഭാരതത്തിലുള്ള എല്ലാവരും. അപ്പോൾ TTR വന്നിട്ട് ടിക്കറ്റ് ചോദിക്കുമ്പോൾ ജയ് ശ്രീരാം എന്ന് പറഞ്ഞാൽ അയാൾ തിരിച്ചു പോകും, ഒരു ചോദ്യോത്തരവില്ല. പിന്നെ ഇതിന് പോകുമ്പോൾ എല്ലാ ദിക്കിലും പിന്നീട് ഇത് കഴിഞ്ഞിട്ട് അതിൻ്റെ ക്രോണോളജിക്കലായിട്ട് വ്യത്യാസം ഉണ്ടെങ്കിലും ഞങ്ങൾ കാശിയിൽ ഈ അയോധ്യയ്ക്ക് ശേഷം വന്ന് ദർശനം നടത്തുമ്പോൾ ഈ ജ്ഞാനവാപിക്ക് കാവൽ നിൽക്കുന്ന പോലീസുകാരൻ ഞങ്ങളോട് പറഞ്ഞു, ഇനി കാശി മധുര ബാക്കി ഹേ എന്ന്. അപ്പോൾ അവിടുത്തെ ജനങ്ങൾ ഇപ്പോൾ സമ്പൂർണ്ണമായി ഈ പോലീസിൻ്റെ
ഉദ്യോഗസ്ഥന്മാരുടെ നിർബന്ധമായ നിഷ്കർഷ കാരണം അവർ വെടിവെച്ചിട്ടുണ്ടാകും. പക്ഷേ അവരെല്ലാം വലിയ മാനസിക വിഷമത്തിലായിരുന്നു. ഒരുപക്ഷെ ഇതിനെ എതിർക്കുന്ന മതവിഭാഗക്കാരോ രാഷ്ട്രീയ വിഭാഗക്കാരോ ഒക്കെ പോലീസുകാരിൽ ഉണ്ടാകാം. അവരായിരിക്കാം ഇത്രയും നിർദ്ധയമായി ആക്രമിച്ചത്. അപ്പം ലാത്തി ചാർജും അവിടുത്തെ നാട്ടുകാരായ സ്ത്രീകളടക്കം മുളക് പൊടി ചൂടുവെള്ളത്തിൽ കലക്കി പോലീസിന് നേരെ ഒഴിക്കുന്നതും, അങ്ങനെ കർഷകർക്ക് നൽകാനുള്ള എല്ലാ പ്രൊട്ടക്ഷനും അവർ നൽകിയെങ്കിലും അതൊന്നും ഫലവത്താകുന്ന തരത്തിലായിരുന്നില്ല പോലീസിൻ്റെ വിന്യാസം. ഏതായാലും അവിടെ എത്തി, അതിന് മുകളിൽ കയറി കൊടിയുയർത്തൽ നടന്നു. അതെല്ലാം പിന്നീട് വലിയ അഭിമാനകരമായ വാർത്തയായിരുന്നു. അപ്പോൾ ഈ പിന്നീട് തിരിച്ചു വരുമ്പോഴും പല അനുഭവങ്ങളും പങ്കുവെക്കുമ്പോൾ കർണാടകത്തിൽ നിന്നുള്ള ഒരു കർഷകൻ ഇതേപോലെ പല സ്ഥലത്തും താമസിച്ചിട്ടാണ് വരുന്നത്. കാലൊക്കെ ആദ്യത്തെ കർഷകമൊക്കെ പോയിട്ട് വിങ്ങി പൊട്ടി നീര് വന്ന് ഒക്കെ അയാളൊരു വീട്ടിലെത്തി. ഭാഷ അറിയാത്തവരാണ്, ആ നാട്ടുകാരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷെ കർഷകനാണെന്ന് മാത്രം നിലയിൽ വീട്ടിൽ താമസിപ്പിച്ച ആ വീട്ടിൽ ഇയാൾ പെട്ടെന്ന് ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയിട്ട് പെട്ടെന്ന് രാത്രിയിൽ ഞെട്ടി ഉണരുമ്പോൾ അവിടുത്തെ അമ്മ ചൂടുവെള്ളം കൊണ്ടുവന്നിട്ട് തുണി മുക്കി ഇയാളെ കാലിന് ഇങ്ങനെ ഒപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇയാൾക്ക് ഭാഷയൊന്നും അറിയാം. കന്നഡയിൽ ഇയാൾ പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റ് നെഹി നെഹി എന്നൊക്കെ പറഞ്ഞെങ്കിലും ഈ അമ്മ അവരുടെ ഭാഷയിൽ പറയാൻ ഇത് രാമൻ്റെ കാലാണ്. അപ്പോൾ കർഷകരായിട്ടുള്ളവരെ രാമകാര്യത്തിന് വന്നിട്ടുള്ള ആ ഒരു രാമഭടന്മാരാണ് എന്ന് കാണാനുള്ള ഒരു ഉൾക്കാഴ്ച, സ്നേഹവായ്പ് അത് അവിടെയുള്ള സമ്പൂർണ്ണ ജനങ്ങളും കാണിച്ചിരുന്നു. ഞങ്ങളൊക്കെ ഒരു സ്ഥലത്ത് താമസിച്ച വീട്ടിൽ അവിടുത്തെ ഗൃഹനായകൻ ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനാണ്. ആ അമ്മ ഞങ്ങളോട് വലിയ സ്നേഹം കാണിക്കും. അവിടെ പാല് പശുവിൻ പാലിനേക്കാൾ എരുമപ്പാലാണ്. അപ്പോൾ എരുമപ്പാലിൽ ഉണ്ടാക്കിയിട്ടുള്ള നല്ല കട്ടിയുള്ള തൈര്. അപ്പോൾ ഊണ് കഴിക്കാനിരുന്നാൽ അദ്ദേഹം ചോദിക്കും തൈരുണ്ടോ? അപ്പോൾ ഈ അമ്മ ഇല്ല എന്ന് പറയും. എന്നിട്ട് ഞങ്ങളോട് കണ്ണുകൊണ്ട് ഇങ്ങനെ കാണിക്കും. അദ്ദേഹം എഴുന്നേറ്റ് പോയാൽ ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് തൈര് തരും. അപ്പോൾ ഇതൊക്കെ വായിച്ചെടുക്കാൻ പറ്റുന്നത് ഒരു ഭാഷയും അറിയാത്ത, ഊരും പേരും അറിയാത്ത എന്ന് പറഞ്ഞതുപോലെ ഇത്രയും ദൂരെ നിന്ന് വന്ന കർഷകരോട് ജനങ്ങൾ കാണിച്ചിട്ടുള്ള സ്നേഹം, സംരക്ഷണ മനസ്സ്. അതേ സമയത്ത് രാഷ്ട്രീയമായ ഈ ഒരു വിരോധം കൊണ്ട് കർഷകരുടെ ഈ പരിശ്രമത്തെ തകർക്കണമെന്ന ഭരണകൂടത്തിൻ്റെ തീരുമാനവും അതിനനുസരിച്ച പോലീസിൻ്റെയും ഭരണയന്ത്രങ്ങളുടെയും പ്രവർത്തനം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യാദവ പ്രദേശങ്ങളിൽ പോകാൻ പോലും മറ്റ് സമുദായക്കാർ ഞങ്ങൾ അനുവദിച്ചിരുന്നില്ല. അവരെല്ലാം രാഷ്ട്രദ്രോഹികളാണ്, അവരെല്ലാം ഈ പാകിസ്ഥാൻ്റെ ഏജൻ്റാണ്. അത്രമാത്രം മുലായം സിംഗ് കാരണം ജനങ്ങൾ ഈ യാദവ സമൂഹത്തെ വിരോധിക്കുന്ന തരത്തിൽ അന്ന് സാമൂഹ്യ പരിസ്ഥിതി എത്തിയിരുന്നു. അപ്പം നമുക്ക് അന്ന് കർസേവക്ക് പോയിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിന്നും മറ്റ് ഭാഗങ്ങളിൽ നിന്നും പുറപ്പെട്ടവർക്കൊന്നും അവിടെ എത്താൻ പറ്റിയില്ലെങ്കിലും, ട്രെയിനിൽ എത്താൻ പറ്റിയില്ലെങ്കിലും, ട്രെയിൻ അല്ലാതെ വഴികളിലൂടെ എത്തിയവരെ, ഇനി ട്രെയിനിൽ തന്നെ പല സ്ഥലത്തുനിന്നും മതിൽ ചാടിയൊക്കെ രക്ഷപ്പെട്ടിട്ട് പല വഴികളിലൂടെ അയോധ്യയിലെത്തിയ കർസേവകരുണ്ട്. സമീപ പ്രദേശങ്ങളിൽ നിന്ന് ട്രെയിനിൻ്റെ ആവശ്യമില്ലാതെ തന്നെ എത്രയോ ദിവസം നടന്ന് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് രാജസ്ഥാനിലെ ജോധ്പൂരിൽ നിന്ന് 600 കിലോ നെയ്യുമായിട്ട് ഒരാശ്രമത്തിൻ്റെ പ്രതിനിധികൾ അയോധ്യയിലേക്ക് നടക്കുവാണ്. അപ്പോൾ അത്രയും വലിയ സാഹസികമായ പരിശ്രമങ്ങൾ ഇന്ന് നടക്കുമ്പോൾ അന്ന് ഇതിൽ വിജയിക്കണമെന്ന വായ്പോടുകൂടി നടന്നു വന്നിട്ടുള്ള കർഷകർ, അതുകൊണ്ട് അത് ഒന്ന് ജനങ്ങളുടെ പിന്തുണയും, രണ്ട് ഭരണകൂടത്തിൻ്റെ ഇതിനെ തകർക്കാനുള്ള ആ ഒരു നിഷ്ഠുരമായ സമീപനവും, എന്നാൽ അതിനെയെല്ലാം അതിജീവിച്ചു കൊണ്ടുള്ള രാമൻ്റെ നിശ്ചയവും. ഇപ്പോൾ ബാരിക്കാഡ്സുകളൊക്കെ വെച്ചിട്ട് അവിടെ അന്ന് പ്രചരിച്ചിരുന്നത് പെട്ടെന്ന് ഒരു കുരങ്ങൻ വന്നിട്ട് ഈ ബാരിക്കേഡ്സിൻ്റെ ഇതൊക്കെ പൊക്കി മാറ്റി എന്നാണ്. അങ്ങനെ ആ രാമൻ്റെ പ്രതിനിധിയായിട്ട് ഹനുമാൻ വന്നു എന്ന് പറയുന്ന തരത്തിൽ ഭക്തിസാന്ദ്രമായ അനവധി കഥകൾ ഉണ്ടായിരുന്നു. ഈ വലിയ സ്ട്രക്ചർ ഇതിൻ്റെ മുകളിൽ എങ്ങനെ കയറും? പക്ഷേ നമുക്ക് കണ്ണുകൊണ്ട് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലാണ് അതിന് മുകളിൽ കയറിയിട്ട് ഈ പ്രതിബന്ധങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് കാവിക്കൊടി ഉയർത്തിയത്. അപ്പോൾ വളരെ വികാരത്തോടു കൂടി അനവധി സംഭവങ്ങൾ നമുക്ക് ആ സമയത്തുണ്ട്.